ട്യൂഷൻ രംഗത്ത് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ ഒരുക്കി ഒയാസിസ് ചേർത്തല ട്യൂഷൻ സെന്റർ. കഴിഞ്ഞ 20 വർഷമായി ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക മികവോടെ നവീന ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ചേർത്തല ഒയാസിസ് ട്യൂഷൻ സെന്റർ. ട്യൂഷൻ രംഗത്ത് ആദ്യമായി സ്മാർട്ട് ക്ലാസ്, വിഷ്വലൈസേഷൻ, നാനോ വോയ്സ് പഠനരീതി എന്നിവ കോർത്തിണക്കി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിക്കുന്ന പഠന പദ്ധതിയുടെയും വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വേണ്ടി ആരംഭിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് കോഴ്സുകളുടെയും ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ചേർത്തല മുനിസിപ്പൽ അധ്യക്ഷ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷയായി. ഒയാസിസ് കോളേജ് പ്രിൻസിപ്പൽ രമാദേവി സുദർശൻ സ്വാഗതം പറഞ്ഞു. ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, VK സാബു, KR രാജേന്ദ്രപ്രസാദ്, മിത്ര വൃന്ദാഭായ്, UG ഉണ്ണി, കവിത ഷാജി, ഫൈസൽ TAK, സാബു തോമസ്, വിനോദ് തട്ടാമ്പറമ്പിൽ, ആകേഷ് ഖാൻ എന്നിവർ സംസാരിച്ചു. ഏത് കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ, അതിലൊന്ന് നാം പുലർത്തുന്ന സത്യസന്ധത, രണ്ട് ആത്മാർത്ഥത. ഈ രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യത്തെയും വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. മറ്റാളുകൾ അംഗീകരിക്കുന്ന ഒരു വിജയത്തിൻ്റെ കാര്യമാണ്. ഞാൻ തന്നെ ഒരു ഉപകരണം ഉണ്ടാകുന്നുവെങ്കിൽ എനിക്കത് വിജയിപ്പിക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായത്തിന് ആവശ്യം വേണ്ടിയില്ല. ഞാൻ ആത്മാർത്ഥത കാട്ടുന്നുണ്ടോ, ഞാൻ സത്യസന്ധത കാട്ടുന്നുണ്ടോ എന്നുള്ളത് ഇന്നത്തെ കാര്യമില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ജനം അംഗീകരിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ഈ രണ്ട് ഘടകങ്ങൾ, അത് വിശ്വാസത എന്നുള്ളപ്പോൾ വിശ്വസിക്കാം. എങ്ങനെയാണ് ആ വിശ്വാസത നേടിയത്? എങ്ങനെയാണ് ഈ സംഘം അത് നേടിയത്? അവർ സത്യസന്ധതയും ആത്മാർത്ഥതയും കാട്ടാതെ ഒരു വിശ്വാസവും ഉണ്ടാവുകയും പരസ്യത്തിനകത്ത് വിശ്വസിക്കാം എന്ന് എഴുതി വെച്ചാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല. ഒന്ന് വിശ്വസിച്ചു പോയാൽ ആ വാദകം ശരിയാണോ എന്ന് അനുഭവം കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. വേഗം ഇത് പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ കൈയൊഴിയുകയും പ്രയാസത്തിന്റെ പ്രത്യേകത ഈ സത്യസന്ധതയും ആത്മാർത്ഥതയും അവർ ആവോളം ഇവിടെ നിറച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് വിശ്വാസം ഉണ്ടായത്, അങ്ങനെയാണ് ഈ ഒരു കൂട്ടം ഇവിടെ ഉണ്ടായത്. ഹൃദയം നിറഞ്ഞ് ഇതിനെ മുഴുവനാണ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി